ശബരിമലയിലെ വാജിവാഹന കൈമാറ്റം ഹൈക്കോടതി അംഗീകാരത്തോടെ ആചാരവിധി പ്രകാരം തന്ത്രിക്ക് നൽകിയത് അഡ്വക്കേറ്റ് കമ്മീഷന്റെ സാന്നിധ്യത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം SITക്ക് കൊല്ലം വിജിലൻസ് കോടതി കൈമാറി. റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംസ്ഥാനത്തെ KSEB ഓഫീസുകളിൽ വൻ ക്രമക്കേട്. കൈക്കൂലി വാങ്ങിയ 41 ഉദ്യോഗസ്ഥർ വിജിലൻസ് പിടിയിൽ. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് മിന്നൽ പരിശോധനയിൽ കണ്ടെടുത്തത് 16 ലക്ഷത്തിലധികം രൂപ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരാർ നൽകുന്നതായും കണ്ടെത്തൽ. നടപടിയെടുക്കുമെന്ന് വൈദ്യുതി മന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിൽ മുന്നണികൾ. ഗൃഹസന്ദർശനം നടത്തുന്ന നേതാക്കൾക്ക് പെരുമാറ്റച്ചട്ടവുമായി CPM. പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടിയെടുക്കുമെന്നും ജനങ്ങളുമായി തർക്കിക്കരുതെന്നും നിർദ്ദേശം. ബേപ്പൂരിൽ സജീവമായി PV അൻവർ. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BD സതീഷിന് രൂക്ഷ വിമർശനം. സതീഷിന് ലീഗിന്റെ ഭാഷയെന്ന് കുറ്റപ്പെടുത്തൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ മുന്നേറ്റം തുടരുന്നു. തൃശൂർ തൊട്ടുപിന്നിൽ. പുതുചരിത്രവുമായി കലോത്സവം. വീഡിയോ കോൺഫറൻസിലൂടെ പോസ്റ്റർ മത്സരത്തിൽ പങ്കെടുത്ത ഗുരുതര രോഗം ബാധിച്ച കാസർഗോഡ് സ്വദേശിനി സിയ ഫാത്തിമയ്ക്ക് A ഗ്രേഡ്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളി. രാഹുലിനെതിരെ സമാന പരാതികൾ ഉണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചു. ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി നിരീക്ഷണം. ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിക്കാൻ രാഹുൽ. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ബംഗാളിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി. ഹൗറയ്ക്കും ഗുവാഹത്തിക്കുമിടയിൽ സർവീസ് നടത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയം ബംഗാളിലെ പ്രചരണ വേദിയിൽ പറഞ്ഞു മോദി.